ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലങ്കൻ മണ്ണിൽ ഇന്ത്യൻ യുവസിംഹങ്ങളുടെ കിരീടവേട്ട നടന്നിരിക്കുകയാണ്. ആതിഥേയരായ ശ്രീലങ്കൻ എ ടീമിനെ അവരുടെ സ്വന്തം തട്ടകത്തിൽ തല്ലിത്തകർത്ത് തിലക് വർമ്മയുടെ ഇന്ത്യൻ എ ടീം ത്രിരാഷ്ട്ര ഏകദിന ടൂർണമെന്റിൽ വമ്പൻ കിരീടം സ്വന്തമാക്കി. റൺമഴ പെയ്ത ആവേശപൂരത്തിൽ ലോക ക്രിക്കറ്റ് ചരിത്രം തിരുത്തിക്കുറിച്ച ഫൈനലിൽ 66 റൺസിന്റെ അതിശയിപ്പിക്കുന്ന ആധികാരിക വിജയമാണ് ഇന്ത്യ അടിച്ചെടുത്തത്. വമ്പന്മാരുടെ പോരാട്ടത്തിൽ ശ്രീലങ്കയെ നിഷ്പ്രഭമാക്കിയ ഈ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ മറ്റാരുമല്ല, വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യൻ കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയാണ്. ഫൈനലിൽ ലങ്കൻ ബൌളർമാരുടെ ചോര തിളപ്പിച്ച വൈഭവ് തന്നെയാണ് ഈ കിരീടനേട്ടത്തിലെ പ്രധാന താരം. മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ശ്രീലങ്കൻ ബൌളർമാർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു അസാധ്യ വിജയലക്ഷ്യമാണ് സമ്മാനിച്ചത്. നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺസെന്ന കൂറ്റൻ ഹിമാലയൻ ടോട്ടലാണ് ഇന്ത്യ പടുത്തുയർത്തിയത്. ഈ കൂറ്റൻ സ്കോർ കണ്ടപ്പോൾ തന്നെ ലങ്ക ഇത് മറികടന്ന് ജയിക്കാൻ പോകുന്നില്ലെന്ന് ക്രിക്കറ്റ് ലോകത്തിന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. എങ്കിലും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ലങ്കൻ പട വീറുറ്റ പോരാട്ടം തന്നെ കാഴ്ചവച്ചു. പക്ഷേ ഇന്ത്യൻ ബൌളിംഗ് കരുത്തിന് മുന്നിൽ 47.1 ഓവറിൽ 311 റൺസിന് ലങ്കൻ ഇന്നിംഗ്സിന് തിരശീല വീഴുകയായിരുന്നു. ലങ്കൻ ബാറ്റിംഗ് നിരയിൽ 2 പേർ 50+ സ്കോറുകൾ കണ്ടെത്തി ഇന്ത്യയെ ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തിയിരുന്നു. 62 റൺസോടെ വനൂജ സഹനാണ് ലങ്കയുടെ ടോപ്പ് സ്കോററായത്. വെറും 69 ബോളിൽ 5 തകർപ്പൻ ഫോറുകളോടെയാണ് താരം പൊരുതിയത്. 52 റൺസെടുത്ത സതീര സമരവിക്രമ ലങ്കയുടെ മറ്റൊരു പ്രധാന സ്കോററായപ്പോൾ ക്യാപ്റ്റൻ സഹൻ അറാച്ചികെ 38 റൺസും നേടി ടീമിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചു. വിക്കറ്റുകൾ ഒരു വശത്ത് നിരന്തരമായി വീണുകൊണ്ടിരുന്നപ്പോഴും 7ന് മുകളിൽ റൺറേറ്റിൽ സ്കോർ ചെയ്യാൻ ലങ്കയ്ക്ക് സാധിച്ചുവെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ഈയൊരു കാരണം കൊണ്ടുതന്നെ മത്സരത്തിന്റെ പല ഘട്ടങ്ങളിലും ലങ്കയ്ക്ക് നേരിയ വിജയപ്രതീക്ഷയുമുണ്ടായിരുന്നു. 26ാം ഓവറിൽ ലങ്ക 6 വിക്കറ്റിന് 177 റൺസെന്ന നിലയിലേക്ക് ദയനീയമായി വീണിരുന്നു. ഇതോടെ ലങ്കൻ പട 250 റൺസ് പോലും തികയ്ക്കില്ലെന്നാണ് സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന എല്ലാവരും കരുതിയത്. എന്നാൽ അവിടെയാണ് കളി മാറിയത്. 7ാം വിക്കറ്റിൽ ഒന്നിച്ച ലങ്കൻ സഖ്യം വെറും 70 ബോളിൽ 77 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടുമായി ഇന്ത്യയെ ശരിക്കും വിറപ്പിച്ചു കളഞ്ഞു. കളി കാണാനിരുന്ന ആരാധകർ പോലും ലങ്ക ഒരു അട്ടിമറി ജയം നേടിയേക്കുമോ എന്ന് ഒരു നിമിഷം സംശയിച്ചുപോയി. പക്ഷേ സ്കോർ 254-ൽ നിൽക്കെ ലങ്കയുടെ 7ാം വിക്കറ്റും വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാർ കളി തിരിച്ചുപിടിച്ചു. അതോടെ ഇന്ത്യ ജയവും കിരീടവും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ ബൌളർമാരിൽ യഷ് ഠാക്കൂറും വിപ്രജ് നിഗവും 2 വിക്കറ്റുകൾ വീതമെടുത്ത് ലങ്കയുടെ നടുവൊടിച്ചപ്പോൾ അനുകുൽ റോയിയും 2 വിക്കറ്റുകൾ വീഴ്ത്തി വിജയത്തിനാക്കം കൂട്ടി. പക്ഷേ സുഹൃത്തുക്കളെ, ഈ ഫൈനൽ മത്സരം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് ഈ പരമ്പരയിലെ ഏറ്റവും മികച്ച അവിശ്വസനീയമായ ഒരു ബാറ്റിംഗ് വെടിക്കെട്ടിനാണ്. ഇന്ത്യൻ കൗമാര സെൻസേഷൻ വൈഭവ് സൂര്യവംശി തന്റെ കരിയറിലെ ഏറ്റവും മാരകമായ ഇന്നിംഗ്സ് ഈ ഫൈനൽ മത്സരത്തിനായി മാറ്റിവെക്കുകയായിരുന്നു. ലങ്കൻ ബൌളർമാരെ നാണം കെടുത്തിക്കൊണ്ട് വെറും 11 ബോളിൽ 50 കുറിച്ച വൈഭവ് ലോക റെക്കോർഡും സ്വന്തം പേരിലാക്കി. ക്രീസിൽ കൊടുങ്കാറ്റായ വൈഭവ് വെറും 29 ബോളിൽ വാരിക്കൂട്ടിയത് 94 റൺസാണ്. വെറും 6 റൺസ് അകലെയാണ് ആ സെഞ്ചുറി നഷ്ടമായത്. 10 തകർപ്പൻ ഫോറുകളും 8 ആകാശചുംബികളായ സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ വിനാശകരമായ ഇന്നിംഗ്സ്. ഈ 15-കാരന്റെ സ്ട്രൈക്ക് റേറ്റ് കേട്ടാൽ ആരും ഞെട്ടും. അവിശ്വസനീയമായ 324.14 ആയിരുന്നു വൈഭവിന്റെ സ്ട്രൈക്ക് റേറ്റ്. വൈഭവ് നൽകിയ ഈ മാരക തുടക്കവും ശക്തമായ അടിത്തറയും കാരണമാണ് ഇന്ത്യൻ എ ടീമിന് 9 വിക്കറ്റിന് 377 റൺസെന്ന ഈ കൂറ്റൻ സ്കോറിലേക്ക് എത്താൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ മിഡിൽ ഓവറുകളിൽ ഇന്ത്യൻ ബാറ്റർമാർ കുറേക്കൂടി വേഗത്തിൽ സ്കോർ ചെയ്തിരുന്നെങ്കിൽ 400-ന് മുകളിൽ ഒരു ടോട്ടൽ ഇന്ത്യയ്ക്ക് വളരെ അനായാസം അടിച്ചെടുക്കാമായിരുന്നു. വൈഭവിന്റെ ഈ വൺമാൻ ഷോ മാറ്റി നിർത്തിയാൽ ക്യാപ്റ്റൻ തിലക് വർമ്മ 67 റൺസും ഓപ്പണർ ഋതുരാജ് ഗെയ്ക്വാദ് 40 റൺസും പ്രിയാൻഷ് ആര്യ 39 റൺസും നേടി. വാലറ്റത്ത് അനുകുൽ റോയ് പുറത്താകാതെ 39 റൺസെടുത്തപ്പോൾ കുമാർ കുശാഗ്ര 36 റൺസും നേടി ഇന്ത്യയുടെ സ്കോർ ഉയർത്തി. എന്നാൽ ഈ വമ്പൻ വിജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പോര് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ശ്രീലങ്കയെ തകർത്ത് ഇന്ത്യൻ ടീം കിരീടമുയർത്താൻ പ്രധാന കാരണം വൈഭവ് സൂര്യവംശിയുടെ ഈ അവിശ്വസനീയ ഇന്നിംഗ്സ് മാത്രമാണെന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നു. അതിനൊപ്പം തന്നെ ടീമിന്റെ നായകനായ തിലക് വർമ്മയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ വിജയത്തിന്റെ യാതൊരുവിധ ക്രെഡിറ്റും ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്ക് കൊടുക്കാൻ ആരാധകർ തയ്യാറല്ല. അതിന് കാരണവുമുണ്ട്. പരമ്പരയിലുടനീളം വളരെ സ്ലോ ബാറ്റിംഗ് ആണ് തിലക് കാഴ്ചവെച്ചതെന്നാണ് ആരാധകരുടെ ആക്ഷേപം. വൈഭവ് സൂര്യവംശിയുടെ ഈ നിർഭയമായ ഇന്നിംഗ്സിന് നന്ദി പറയണം. ഇല്ലായിരുന്നെങ്കിൽ ശ്രീലങ്ക നമ്മളെ ഇന്ന് നാണം കെടുത്തുകയും തോൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ക്രിക്കറ്റ് ലോകം പറയുന്നത്. വൈഭവിന്റെ ആ ഒരൊറ്റ ഇന്നിംഗ്സാണ് മത്സരം ലങ്കയുടെ കൈകളിൽ നിന്നും പൂർണ്ണമായി തട്ടിയകറ്റിയത്. അതുകൊണ്ടുതന്നെ ഈ കിരീടനേട്ടത്തിൽ ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്ക് പ്രത്യേക റോളൊന്നുമില്ലെന്നാണ് വിമർശകർ തുറന്നടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ടൂർണമെന്റിൽ തിലക് വർമ്മ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടേയില്ല. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല. വളരെ സ്വാർത്ഥത നിറഞ്ഞതും സ്ലോയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സുകൾ. മാത്രമല്ല, ലങ്കയ്ക്കെതിരായ ഈ മത്സരങ്ങളിൽ അമ്പയർമാരോട് അനാവശ്യമായി തർക്കിക്കുന്നതടക്കമുള്ള മോശം പെരുമാറ്റങ്ങളിലാണ് തിലക് ഏർപ്പെട്ടത്.
ഒരു ക്യാപ്റ്റന് ചേരാത്ത രീതിയിലുള്ള ഇത്തരം അനാവശ്യ കാര്യങ്ങൾ തിലകിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കടുത്ത അമർഷവും ട്രോളുകളുമാണ് ഇപ്പോൾ വർഷിക്കുന്നത്. എന്തായാലും നായകനെതിരെയുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയുടെ ഈ ലോക റെക്കോർഡ് ബാറ്റിംഗ് വെടിക്കെട്ടിലും ഇന്ത്യൻ യുവനിരയുടെ കിരീടനേട്ടത്തിലും രാജ്യം മുഴുവൻ വലിയ ആഹ്ലാദത്തിലാണ്. ഇനി നിങ്ങളോടൊരു ചോദ്യം. നമ്മുടെ ഈ കൊച്ചു പയ്യൻ വൈഭവ് സൂര്യവംശിയുടെ ഈ അവിശ്വസനീയ ഇന്നിംഗ്സാണോ അതോ ഇന്ത്യൻ ബൌളർമാരുടെ കൃത്യതയാർന്ന പ്രകടനമാണോ ഇന്ത്യക്ക് ഈ കിരീടം നേടിക്കൊടുത്തത്? ഇതിൽ ക്യാപ്റ്റൻ തിലക് വർമ്മയുടെ സ്ലോ ബാറ്റിംഗിനെക്കുറിച്ചും മോശം പെരുമാറ്റത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ മറുപടികൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ക്രിക്കറ്റ് ലോകത്തെ ഇത്തരം പ്രധാന വാർത്തകളും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും കൃത്യമായി അറിയാൻ നമ്മുടെ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു ക്രിക്കറ്റ് വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.